ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു എൻജോയ്മെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പോണെയാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ പേപ്പർ ഉണ്ടാക്കണം. പേപ്പർ തികയുമെന്ന് ചോദിച്ചാലറിയാം. സോ നമുക്ക് തികഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് എന്തായാലും ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം. സോ അപ്പോൾ നമുക്ക് 7 ബുക്ക് ഷെൽഫ് എങ്ങാണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്കെന്നാ ഷുഗർ കെയിൻ തപ്പാൻ പോവാം ഗൈസ്. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ കുറേ ഷുഗർ കെയിൻ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു നിര പോലെ വലിയൊരു എമൗണ്ട് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് പൊട്ടിക്കാൻ പോണത്. അതിന് നമ്മുടെ ലെജൻഡറി R34 സൂപ്ര ചെറിയ ബോട്ട് എടുത്തിട്ടുണ്ട് വിത്ത് ചെസ്റ്റ്. സിംഗിൾ പ്ലെയർ വേൾഡാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഈ വഴി കൂടി കാണുന്ന എല്ലാ ഷുഗർ കെയിനും പൊട്ടിച്ചെടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഷുഗർ കെയിൻ്റെ പേരിൽ കുറേ എക്സ്പ്ലോറേഷന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു സംഭവം. അത്യാവശ്യം നല്ല വലിയൊരു ഗെയിമാണത്. അവിടെ ഒരു അമെത്തിസ്റ്റ് ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ, കുറേയൊക്കെ ഒന്നും ലോഡാവണമില്ല. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുന്നു. പിന്നെ ഇത് വീഡിയോയിൽ കാണിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് എനിക്ക് കിട്ടും. സോ 1000 ആക്കി പ്ലേ ഗൈസ്. സോ അങ്ങനെ നമ്മൾ കറങ്ങി ഒരു ചെറിയ ബ്ലോസത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്നാണ്. എന്തായാലും വലിയൊരു ഉപകാരമായി. കാര്യം നമ്മുടെ റെജിമോൻ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി, ഷോർട്സ് അല്ല ലോങ് ഫോം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഈ വീട്ടിലോട്ട്. ആ സമയത്ത് അവൻ സ്പോണിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ സാധനം ഈ ചെറിയ ബ്ലോസ് സ്പോണിലുണ്ട്, നീ വഴിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ആ ഡാഷ് മോന് മടിയായ കാരണം അവൻ മുറിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓഷ്യൻ മോണിമെൻറ്റും അവൻ കണ്ടില്ല, അതിൻ്റെ എഫക്റ്റ് കിട്ടുമല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതും ആ മണ്ടൻ നോക്കിയില്ല. ഞാൻ പിന്നെ വേൾഡ് ഓണാക്കി വെച്ചിട്ട് AFK പോയേക്കണായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്ത് പറയാനല്ലേ. സോ നമുക്ക് ഈ മരം എന്തായാലും കുറച്ച് കളക്ട് ചെയ്തൊക്കെ. ഇതും കൊണ്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് എനിക്ക്. സോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറി ബ്ലോസം. ഇതിപ്പോൾ നിങ്ങൾ രണ്ടാമത് എടുത്ത് കാണിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഞാനിങ്ങനെ തിരിഞ്ഞു വരാൻ നേരത്തൊരു വില്ലേജ്. ഈ വില്ലേജിനിപ്പോൾ ഞാൻ വന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. പക്ഷെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതും കൂടി ലൂട്ട് ചെയ്തിട്ട് പോവാം. ഈ വില്ലേജർ ബ്രോനെ നമുക്ക് എന്തായാലും ഇവിടെ കൂട്ടാം. എന്തായാലും നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മറ്റേ സാധനം ഉറുകൊണ്ട് പോർട്ടൽ കാണാനുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത്രയും എമൗണ്ട് ഓഫ് വീറ്റ് കാണുന്നുണ്ട്. ഇതിന് നമുക്ക് എല്ലാം നമ്മുടെ മത്താം. ഇവിടെ പിന്നെ ക്യാരറ്റ് കാണുന്നുണ്ട്. ക്യാരറ്റ് നമ്മൾ എന്തായാലും തുറന്നു കൊടുത്ത് വെക്കാണോ? ക്യാരറ്റ് നമുക്ക് എന്തായാലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഹെയ്ബേലാണ്. ഹെയ്ബേൽ നമുക്ക് കാര്യം ചെയ്യാം, ഇവിടെ ഇത് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. സോ ഇതപ്പോൾ എന്തായാലും നമ്മൾ ആ മറ്റേ റൂണ്ട് പോർട്ടിൽ റെഡി ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെ ചെസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പം നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എന്തായാലും മുങ്ങിയിട്ടുണ്ട്. കാര്യം ജസ്റ്റ് ഒരു നിയർ ഡെത്ത് സിറ്റുവേഷൻ വന്നു ഗൈസ്. കാര്യം അവിടെ നിന്ന് തീ പടരണുണ്ടായി, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം ഞാൻ നിന്ന സ്ഥലത്ത് കറക്റ്റ് ഒരു തീ വന്ന് സ്പോണായത്. എൻ്റെ ഹെൽത്ത് ഇത്തിരി ലോ ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ കുറേ ഹെൽത്ത് ഡ്രോപ്പായിട്ട് ഞാൻ ചാവെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് കയറേണ്ടി വന്നു. അപ്പോൾ മറ്റേ റീസ്പോൺ പ്രൊട്ടക്ഷൻ കാരണം നമ്മുടെ മേത്തിലുള്ള തീ അങ്ങനെ കെട്ടുപോകും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്തിരി അൾട്രാ മൈൻക്രാഫ്റ്റ് പ്രോ ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബൈ ദ വേ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഗൈസ്. കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ചാവെന്ന് ഉറപ്പ് തന്നെയാണെങ്കിൽ ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറുക. അപ്പോൾ റീസ്പോൺ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതൊരു 5-6 സെക്കൻഡത്തേക്ക് ഉണ്ടാവും. ആ സാധനം വർക്ക് ചെയ്തോളും ഗൈസ്, ഡോണ്ട് വറി.
ഇപ്പം ഞാൻ അങ്ങനെയാണ് ഈ വേൾഡിൽ ഇപ്പോൾ സർവൈവ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ ഹെൽത്ത് ഇപ്പോഴും റീജിയൻ ആവണേ ഉള്ളൂ, അത് കാണാൻ. സോ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇത് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. ഇത് മറ്റേ എന്തോ ഒരു സംഭവം എന്തായിരുന്നു, ഒരു ബ്രഷൊക്കെ വെച്ച് തുടക്കണ സംഭവമാണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇതേ ഇവിടെ മഡ് ബ്ലോക്കൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വേൾഡിൽ ഈ സാധനം കാണുന്നത്, അല്ലാണ്ട് നേരിട്ട് കുറേ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടെ ഒന്ന് വരണം ഗൈസ്, ഇതിപ്പോൾ എന്താ നോക്കാൻ. ഇപ്പം എന്തായാലും ഞാൻ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മളിവിടെ വേറൊരു നൈസ് കേവ് കണ്ടിട്ടുണ്ട്. ഇത് കാണാൻ അത്യാവശ്യം തിരക്കേടില്ല. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ, ഇത് കൊള്ളാട്ടോ. കേക്ക് മുറിച്ച് വെച്ച പോലെ ഈ കേവ് ഇരിക്കണത്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ ഡ്രിപ്പ് സ്റ്റോൺ വേണമായിരുന്നു, പക്ഷേ നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ ഡ്രിപ്പ് സ്റ്റോൺ കിട്ടിയിട്ട് നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല ഗൈസ്. സോ നമുക്ക് നമ്മുടെ ലെജൻഡറി സൂപ്പർ GTR R34 ചെറി ബ്ലോസം എക്സെട്ര ബോട്ട് എടുത്തിട്ട് പോവാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം ആക്രിയാണ് ഗൈസ്. നമ്മൾ അന്വേഷിച്ച് പോയ സാധനമാണെങ്കിൽ ഒരു സ്റ്റാക്ക് കിട്ടിയുള്ളൂ. നമുക്ക് പക്ഷേ അതിൽ കൂടുതലും വേണം. സ്റ്റിൽ നമ്മൾ കുറേ ആക്രിയും പെറുക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം. ഇവിടെ ഈ പെട്ടിയിലുണ്ട്, ഈ പെട്ടിയിൽ ഈ ബണ്ടിലുണ്ട്. സോ നമുക്ക് നമ്മുടെ ബാക്കി സാധനങ്ങൾ പണിയാം. സോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 13 ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത പ്രശ്നം വന്നത്. നമുക്ക് മറ്റേ സാധനമില്ല, എന്തായിരുന്നു, ലെതറില്ല. നമുക്കപ്പോൾ ലെതർ തപ്പി ഇറങ്ങാം. സോ അപ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോണ ഒരു തിരക്കിൽ ചെറിയൊരു മണ്ടത്തരം പറ്റി. എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സിഡിയൻ കളക്ട് ചെയ്തില്ല. ഒബ്സിഡിയൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റൂ. അതിനുവേണ്ടി നമുക്ക് ഡയമണ്ട് പിക്കാക്സ് വേണം. നമ്മുടെ കയ്യിൽ പിന്നെ എന്തായാലും ഒരു 6 ഡയമണ്ട് എവിടെ നിന്ന് കണ്ടോ കിട്ടിയതാണ്. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് പിക്കാക്സ് തന്നെ ഉണ്ടാക്കി. ഏതാ ഇനിയൊരു തേർഡ് പേഴ്സൺ ഒന്ന് കണ്ടു നോക്കട്ടെ. ഈ ഹൈഡ് ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ബട്ടൺ കണ്ടുപിടിക്കാൻ പാടാണ് ഗൈസ്. കണ്ടില്ലേ, കണ്ടാ ഡയമണ്ട് ഉണ്ടാക്കി. സോ അപ്പം നമ്മൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്ത് വന്ന വഴിക്ക് നമ്മൾ ലാവ കണ്ടിട്ടുണ്ടായി. നമ്മൾ ആ ലാവയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ എത്തിയേക്കണത് ഗൈസ്. മതി, നമുക്കിനി ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചു തുടങ്ങാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. കണ്ടില്ലേ, ഇതാണ് എൻജോയ്മെൻറ്റ് ടേബിൾ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഇത്രയും ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നല്ല നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഗൈസ് നിങ്ങൾക്ക് തന്നെ മണ്ടനോ പൊട്ടനോ എന്ത് വേണേലും വിളിക്കുക. കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഈ പെട്ടിയിൽ ഏകദേശം 12ഓളം ബുക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ഈ ഒരു ഡെക്കറേഷൻ പെട്ടിയിൽ. ഇത് ഞാൻ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പിടുത്തമില്ല. വെക്കണമെങ്കിലും ഞാൻ അതിൽ വാല്യുബിൾ പെട്ടിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാറ്. ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ലെതർ പേപ്പർ കുറേ ചടങ്ങുണ്ടല്ലോ. പക്ഷേ ഇതെനിക്ക് ഈ പെട്ടിയിലാണ് ഗൈസ് കിട്ടിയത്. ഇത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര സമയം ലാഭിക്കാമെന്ന് അറിയാം ഗൈസ്. പക്ഷെ അതെന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും അത്ര എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിൾ നൈസായിട്ട് പണിയാം. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്കിലായിട്ടാണ് എൻജോയ്മെൻറ്റ് ടേബിൾ വെക്കാൻ പോണത്. അത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ബിൽഡ് ചെയ്യാനുണ്ട് ഗൈസ്. സോ നമുക്കിനി നമ്മുടെ നൈസായിട്ട് 1 2 3 4 അങ്ങനെ ലെവൽ 30 എൻജോയ്മെൻറ്റുള്ള നമ്മുടെ ഈ എൻജോയിൻറ്റിങ് സെറ്റപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയായിരുന്നു വീഡിയോ. പിന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിലകത്ത്. ഇനിയും കുറച്ച് ഡിലേ ഉണ്ടാവും. കാര്യം
10-ലാണ്. ഡിസംബറൊക്കെ ആവാറായി. പ്രീ മോഡൽ വന്ന് ഇനി അത് കഴിഞ്ഞ് വേറെ മോഡൽ വരും. അങ്ങനെ കുറേ എക്സാമായിട്ട് ബിസി സ്കെഡ്യൂളാണ്. സോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കുള്ളൂ ഗൈസ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇവിടം വരെ കണ്ടെത്തിയവരുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിളിൻ്റെ ഒരു ഡെക്കറേഷനാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ ഇതായിരിക്കും പണിയാൻ പോണത്. ബൈ ഗൈസ്.